അവിടെ 9 പേരെ കടുവ കടിച്ചു കൊന്നു. കേരളത്തിൽ വന്യജീവി ആക്രമണം കുറഞ്ഞു വരിക. ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഏത് ഗ്രഹത്തിലാണ് ജീവിക്കുന്നത്? ഇത് പിണറായി വിജയൻ പണ്ട് തന്ന വാക്ക്, അത് പഴയ ചാക്കിന്റെ വിലയുള്ള വാക്കല്ല. ഞാൻ മന്ത്രിയായതുകൊണ്ടാണോ ആന കാട്ടിൽ നിന്ന് ഇറങ്ങുന്നതെന്ന് ചോദിക്കുന്ന വനം മന്ത്രിയാണ് കേരളത്തിൽ. ഭീതിയിലാണ് മലയോരം മുഴുവൻ. ഞങ്ങൾ ഒരുപാട് പ്രദേശങ്ങൾ, ബഹുമാന്യനായ ഉദ്ഘാടകൻ ശ്രീ രമേശ് ചെന്നിത്തല സൂചിപ്പിച്ചതുപോലെ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിരവധി സ്ഥലത്തെ ഈ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കി വന്നവരാണ് ഞങ്ങൾ. ബത്തേരിയിൽ ഞങ്ങൾ ഒരു പ്രാവശ്യം ചെന്നപ്പോൾ 5 കടുവകളാണ് അവിടെ ഇറങ്ങിയിരിക്കുന്നത്. 5 കടുവകൾ. എങ്ങനെ കുട്ടികളെ സ്കൂളിലേക്കും, പശുവിന് പുല്ല് പറിക്കാൻ പോകാൻ പറ്റുന്നില്ല, ആശുപത്രിയിൽ പോകാൻ പറ്റുന്നില്ല. ഒരാൾ കുടുംബത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ആദ്യം അവിടെ 9 പേരെ കടുവ കടിച്ചു കൊന്നു. ആറളത്ത് 17 പേരെ ആന ചവിട്ടിക്കൊന്നു. ഇതെല്ലാം ഈ ഗവൺമെന്റ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണറെ കൊണ്ട് എഴുതി വയ്പ്പിച്ചിരിക്കുകയാണ്. കേരളത്തിൽ വന്യജീവി ആക്രമണം കുറഞ്ഞു വരിക. ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഏത് ഗ്രഹത്തിലാണ് ജീവിക്കുന്നത്? ഞങ്ങളുടെ കയ്യിൽ സർക്കാർ തന്ന ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുണ്ട്. കഴിഞ്ഞ 6-7 വർഷമായി നടന്നത് 60,000-ലേറെ വന്യജീവി ആക്രമണങ്ങളാണ്. കൊല ചെയ്യപ്പെട്ടത് 1000-ലധികം പേരാണ്. ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്നത് 8,000-ലധികം പേരാണ്. 5000 കന്നുകാലികളെയാണ് കൊന്നത്. കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശമാണ് ഉണ്ടായത്. ഇത് കുറഞ്ഞു വരികയാണ്. ഇതിനൊക്കെ പരിഹാരം വേണ്ടേ? മാത്രമല്ല, കാർഷിക മേഖലയാണ്. കൃഷി മുഴുവൻ നശിച്ചു. മലയോരത്ത് കൃഷി ചെയ്തിരുന്നത് ചേനയും ചേമ്പും കപ്പയും ഒക്കെയാണ്. അതെല്ലാം പന്നി മാന്തി കൊണ്ടുപോയി. ഇപ്പൊ കൃഷിയില്ല, കിഴങ്ങ് കൃഷിയില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം മാതിരപ്പള്ളിയിൽ ചെന്നപ്പോൾ പ്ലാവെല്ലാം വെട്ടി മാറ്റുകയാണ്. കാരണം ചക്ക വന്നാൽ ആന വരും. വാഴകൃഷി വേണ്ടാന്ന് തീരുമാനിച്ചു. വാഴയുണ്ടെങ്കിൽ പിണ്ടി തിന്നാൻ ആന വരും. കിഴങ്ങ് കൃഷിയില്ല, ഒരു തരത്തില്ല. റംബുട്ടാൻ പോലുള്ള ഫ്രൂട്ട് പ്ലാന്റ് വെച്ചാൽ മലയെണ്ണ വന്ന് കൊണ്ടുപോകും. നാളികേരം മഞ്ഞങ്ങ പരുവത്തിൽ കുരങ്ങനിട്ട് കൊണ്ടുപോകും. എങ്ങനെ ജീവിക്കും? പശുവിനെ കറന്നാണ് ജീവിക്കുന്നത്. കറന്ന പാല് കൊണ്ട് സൊസൈറ്റി കൊണ്ട് കൊടുക്കാൻ പറ്റില്ല, പേടിച്ചിട്ട്. കന്നുകാലിയെ കടുവ പിടിച്ചുകൊണ്ടു പോകും, പുലി പിടിച്ചുകൊണ്ടു പോകും. എല്ലായിടത്തും. ഞാൻ പറഞ്ഞു, മാനന്തവാടിയിൽ ആന ചവിട്ടിക്കൊന്ന അജീഷിന്റെ വീട്ടിൽ ചെന്നപ്പോൾ 6ാം ക്ലാസ്സുകാരിയായ ഒരു മകൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. സാറേ, ഞാൻ അനാഥയായി. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി. ഈ നാട്ടിൽ ഇതുപോലെ എന്നെപ്പോലെ ഒരു അനാഥ ഉണ്ടാവില്ല എന്ന് സാറിന് ഉറപ്പ് പറയാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. എന്താ ഉറപ്പാ കൊടുക്കുന്നത്? നമ്മുടെ ചങ്ക് പറഞ്ഞു പോകുന്ന ചോദ്യമാണ് ആ കുഞ്ഞ് ചോദിച്ചത്. എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ കുഞ്ഞിൻ്റെ മുഖമുണ്ട്. നമുക്ക് പരിഹാരം ഉണ്ടാക്കണ്ടേ? പരിഹാരം 2 മാർഗമുണ്ട്. ഐക്യജനാധിപത്യ മുന്നണിക്ക് ഇതിന് പരിഹാര മാർഗമുണ്ട്. ഒന്ന്, പരമ്പരാഗതമായ രീതിയിൽ ഇത് കൈകാര്യം ചെയ്യാം. ഒന്ന്, വൻമതിലുകൾ ഉണ്ടാക്കണം, ഫെൻസിങ് ഉണ്ടാക്കണം. ഇലക്ട്രിക് ഫെൻസിങ്, സോളാർ ഫെൻസിങ്, ഹാങ്ങിങ് ഫെൻസിങ്, കിടങ്ങുകൾ, റെയിൽ ഗാർഡ്, നിരവധി മെത്തേഡുണ്ട്. പക്ഷേ നിങ്ങൾ സങ്കടം വരും. ഞങ്ങൾ നിയമസഭയിൽ കണക്ക് കാണിച്ചു. കഴിഞ്ഞ 4 കൊല്ലമായിട്ട് ഈ സർക്കാർ ഈ പരമ്പരാഗതമായ രീതിയിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾക്ക് 1 രൂപ മാറ്റിവെച്ചിട്ടില്ല. 1 രൂപ ചെലവഴിച്ചിട്ടില്ല. മാറ്റിവെച്ചിട്ടുണ്ട്, മാറ്റിവെച്ച് അവിടെ കിടക്കും. 1 രൂപ ചെലവഴിച്ചിട്ടില്ല. 1 രൂപ. പിന്നെ എങ്ങനെയാണ്? എന്നിട്ട് ഈ മലയോരത്തെ ജനങ്ങളെ വിധിക്ക് വിട്ടു കൊടുത്തിരിക്കുകയാണ്. നിങ്ങളെ കടുവ പിടിച്ചോ, ആന ചവിട്ടിയോ, നിങ്ങൾ മരിച്ചോട്ടെ, എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ, നിങ്ങളുടെ കുടുംബം അനാഥമായിക്കോട്ടെ, നിങ്ങളുടെ വിധിയാണ് എന്നൊരു സർക്കാർ തീരുമാനിച്ചാലോ? ജനങ്ങൾ തെരഞ്ഞെടുത്തൊരു സർക്കാർ ജനങ്ങൾ പ്രതിസന്ധിയിലാകുമ്പോൾ ആ സർക്കാരിന്റെ സാന്നിധ്യം പ്രതീക്ഷിക്കും. ഇവിടെ ഈ മലയോരത്തെ ജനങ്ങളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ തെരഞ്ഞെടുത്തൊരു സർക്കാരിന്റെ സാന്നിധ്യം, നിങ്ങൾ സങ്കടങ്ങൾ പരിഹരിക്കാൻ നിങ്ങളോടൊപ്പം ഉണ്ടോ? ഞങ്ങൾ പറയുന്നു, 3.5 കൊല്ലമായി ഞങ്ങൾ കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഉന്നയിച്ച വിഷയം മലയോരത്തെ ജനങ്ങളുടെ സങ്കടങ്ങളാണ്. പിന്നെ തീരദേശത്തെ പാവങ്ങളുടെ കാര്യവും. 6 അടിയന്തര പ്രമേയങ്ങൾ കൊണ്ടുവന്നു. നിരവധി ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയങ്ങൾ, സബ്മിഷനുകൾ, പ്രസംഗങ്ങൾ.
എല്ലാത്തിനും നിസ്സംഗമായ മറുപടിയാണ്. ഞാൻ മന്ത്രിയായതുകൊണ്ടാണോ ആന കാട്ടിൽ നിന്ന് ഇറങ്ങുന്നതെന്ന് ചോദിക്കുന്ന വനം മന്ത്രിയാണ് കേരളത്തിൽ. മയക്കുവെടി വെച്ച കൊണ്ട പോലെയാണ് അദ്ദേഹം ഇരിക്കുന്നത്. മറുപടിയില്ല ഒരു കാര്യത്തിനും. കൈ മലർത്തി കാണിക്കുക. പരിഹാരം വേണ്ടേ? രണ്ടാമത്തെ പരിഹാരം, ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിക്കണം. ലോകരാജ്യങ്ങളിൽ, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ എല്ലാ പുതിയ സങ്കേതങ്ങളുണ്ട്. വനാതിർത്തിയിൽ മൃഗങ്ങളുടെ ചലനങ്ങൾ ഉണ്ടായാൽ, മൂവ്മെന്റ് ഉണ്ടായാൽ അറിയാനുള്ള സംവിധാനമുണ്ട്. ഏത് യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്? ശാസ്ത്ര യുഗത്തിൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് ജീവിക്കുകയാണ് നമ്മൾ. അതിനെ തിരിച്ചോടിക്കാൻ കൃത്രിമമായ ശബ്ദം ഉണ്ടാക്കും. തമിഴ്നാട്, കർണാടക, മധ്യപ്രദേശ്, ഹിമാചൽ പ്രദേശ്, സുന്ദർബാൻസ്, നിരവധി സ്ഥലങ്ങളിൽ ഇതെല്ലാം വിജയകരമായി പരീക്ഷിക്കപ്പെട്ടു. ഇതറിയാത്ത ഏക വിഭാഗം കേരളത്തിലെ വന്യജീവി വകുപ്പാണ്. അവരിതിനെ കുറിച്ചൊന്നും ഇതുവരെ ചിന്തിച്ചിട്ട് പോലുമില്ല. പരിഹാരം ഉണ്ടാക്കണ്ടേ നമുക്ക്? ഞങ്ങൾ വനസംരക്ഷണത്തിന് 100% അനുകൂലം. ഞങ്ങൾ വനസംരക്ഷണത്തിനെതിരല്ല. UDF വളരെ കൃത്യമായ നിലപാടുണ്ട്. പക്ഷേ കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ 29.1% വനമാണ്. ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ് വനം. ഇവിടെ കേരളം രാജ്യത്തെ ഏറ്റവും ജനസാന്ദ്രതയുള്ള സംസ്ഥാനം കൂടിയാണ്. ഇവിടെ മനുഷ്യൻ ജീവിക്കണ്ടേ? ഇനി വനം വേണ്ട. ഇപ്പോഴും വനത്തിന്റെ നോട്ടിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കും. ബഫർ സോൺ തമിഴ്നാട് പറഞ്ഞു, 0 ബഫർ സോൺ. വനാതിർത്തിക്ക് ഇപ്പുറത്ത് ബഫർ സോൺ വേണ്ട. ഇവിടെ ഇപ്പോഴും 1 കിലോമീറ്റർ ബഫർ സോൺ എന്ന് പറഞ്ഞ് നടക്കിയത് ഗവൺമെന്റ്. അപ്പൊ ഈ ആളുകൾ എങ്ങോട്ട് പോകും? ഇടുക്കിയിൽ 19,000 ഏക്കറാണ് പുതിയതായി വനമായി നോട്ടിഫൈ ചെയ്തത്. ഇപ്പൊ 2,15,000 ഏക്കർ ഏലത്തോട്ടം. ഇതുവരെ വനഭൂമിയായിരുന്നത് പറയാണ്, ഇപ്പൊ റവന്യൂ ഭൂമിയായിരുന്നത് പറയാണ് വനഭൂമിയാ. അവിടെ ജീവിക്കുന്ന മനുഷ്യരെങ്ങോട്ട് പോവും? എവിടെ പോയി താമസിക്കും? 3-4 തലമുറകളായി മലയോരത്ത് വന്ന് മണ്ണിനോട് മല്ലിട്ട് കഷ്ടപ്പെട്ട് കുടുംബമുണ്ടാക്കി അവരുടെ 4ാം തലമുറയാ. അവരെങ്ങോട്ട് പോകുമെന്ന് തീരുമാനിക്കണ്ടേ? ഭൂമി പ്രശ്നങ്ങൾ, പട്ടയ പ്രശ്നങ്ങൾ തീരുമാനമുണ്ടാക്കില്ല. അനിശ്ചിതത്വമാണ് എല്ലാ സ്ഥലത്തും. ഭീതിയും സങ്കടവും ഉത്കണ്ഠയും വിഷമവും പ്രയാസവുമാണ്. കേന്ദ്ര വന്യജീവി നിയമത്തിന് മാറ്റം വേണം. കാലാനുസൃതമായ മാറ്റം ഉണ്ടാകണം. അന്ന് വന്യജീവി നിയമം കറക്റ്റായിരുന്നു, ഒരു തെറ്റുമില്ലായിരുന്നു. ഇപ്പൊ അതല്ല. 52 വർഷമായി മാറ്റം വേണം. ഞങ്ങളുടെ എല്ലാ എം പിമാരും 18 എംപിമാരും UDF പാർലമെന്റിൽ അതിനുവേണ്ടി പോരാടും. വയനാട് മേപ്പാടിയിൽ ഈ മലയോര സമരയാത്രയിൽ പങ്കെടുത്തുകൊണ്ട് ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ പറഞ്ഞു, ഞങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കും. ഇന്നലെ ശ്രീ ആന്റോ ആന്റണി ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചു. പാർലമെന്റിൽ നമ്മുടെ എംപിമാർ പോരാടും. അസംബ്ലിയിൽ ഞങ്ങളുണ്ട്. ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായേ മതിയാവൂ. ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തും. ഗവൺമെന്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, ഇത് തീരാറായി ഈ സർക്കാർ. ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ കൊടുങ്കാറ്റ് പോലെ തിരിച്ചു വരും. ഞങ്ങൾ ആ വാക്കുകൂടി പറയാനാണ് വന്നത്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ മലയോരത്തിലെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ 1ാമത്തെ പരിഗണന കൊടുത്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കും. വാക്കാണ്. നിങ്ങളുടെ സങ്കടങ്ങളിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല വന്നത്. നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് പറയാനാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളോടൊപ്പം കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാകുന്നത് വരെ കൂടെ ഉണ്ടാകും. സങ്കടങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നത് വരെ. ഇത് പിണറായി വിജയൻ പണ്ട് തന്ന വാക്ക്, അത് പഴയ ചാക്കിന്റെ വിലയുള്ള വാക്കല്ല. UDF മുഴുവൻ നേതാക്കൾക്കും വേണ്ടി അവരെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന വാക്കാണ്. ഇതിന് പരിഹാരം ഉണ്ടാക്കുക തന്നെ ചെയ്യും.